അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ആക്ച്വലി നോർമൽ പരിപാടികളൊക്കെയാണ്. കാലത്ത് എണീറ്റ് അമ്മേനെ കൊണ്ടാക്കണം, ജോലിക്ക് കൊണ്ടാക്കണം. ഇന്നലെ ട്രിപ്പും കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. സോ അതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലോഡ് വീഡിയോസ് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ 3 വീഡിയോസാണ് നമ്മുടെ മെയിൻ ചാനലിൽ പോകുന്നത്. സൈക്ലിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ട്രാവലിങ്ങും എല്ലാം കൂടിയിട്ടുള്ള വ്ളോഗുകൾ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം, തൃശ്ശൂർക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ഇന്നത്തെ മെയിൻ പരിപാടി ആക്ച്വലി വരുന്നത് ചെറിയൊരു പരീക്ഷണ വ്ളോഗാണ് കേട്ടത്. പരീക്ഷണ വ്ളോഗ് അനിയൻ്റെ മേത്ത് തന്നെയാണ് പരീക്ഷിക്കാൻ പോണത്. അപ്പോൾ ചെറിയൊരു പരീക്ഷണ വ്ളോഗാണ്. നമുക്ക് എന്തായാലും ഈ പരിപാടികളെല്ലാം തീർത്തിട്ട് ഞാൻ വരാട്ടാ. അപ്പോഴേക്കും പണികളൊക്കെ ഒതുങ്ങും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഒരു പരീക്ഷണ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്ത് എനിക്ക് കണ്ണ് ഒരു ഇതായിട്ട് ഞാൻ ഉറങ്ങി വിടാത്തേ പറയുകയാണെങ്കിൽ അരമണിക്കൂർ ശരിക്കും ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടി. എന്നിട്ട് ഞാനിവിടെ അടുക്കളയിലേക്ക് വന്നു, കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ ഇത് കണ്ട, ഇത് ആക്ച്വലി നമ്മുടെ ക്യാരറ്റാണ്. അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളി, ഇതൊക്കെ അനിയൻ വൃത്തിയാക്കണം സമയമാണ് കേട്ടോ. ഞാനത് കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ചിക്കൻ 2 പീസ് അൽഫാം ചിക്കന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 എണ്ണം കുക്കറിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അത് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഉണ്ടാക്കാൻ പോണത് ഫ്രൈഡ് റൈസ് പറഞ്ഞല്ലോ, ഫ്രൈഡ് റൈസാണ്. കുറച്ച് ലെഫ്റ്റ് ഓവർ റൈസ് കുറച്ച് ഇരിക്കുന്നുണ്ട്. ബിരിയാണി റൈസാണ്, ജീരകശാല അരിയാണ് കേട്ടോ. പക്ഷേ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. കുറച്ച് ചിക്കനും മയോണൈസ് ചിക്കനും അതുപോലെ തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം വേറെ ഒന്നുമില്ല. പിന്നെ വരണത് വെളുത്തുള്ളി എല്ലാം കൂടി സോട്ട് ചെയ്യുക, സോയാ സോസ് ഒഴിക്കുക, ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഇടുക. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ നോക്കിയപ്പോഴല്ല, ഇവിടെ വാങ്ങാറില്ല. സോസിൻ്റെ ബോട്ടിലും ഇപ്പോഴും മയണൈസും അതിൽ വരുന്നേ സോയാ സോസും ചില്ലി സോസും അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ല. അപ്പോൾ സോയ സോസ് പറഞ്ഞാൽ പോയി വാങ്ങണം, ചില്ലി സോസ് വേണം, പിന്നെ വേണമെങ്കിൽ ടൊമാറ്റോ സോസും വാങ്ങാം. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വാങ്ങി ഇരിക്കണത് നല്ലതാണ്. അപ്പോൾ അത് 2 വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഇത് 2 ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അനിയനോട് ഈ കുക്കറിലത്തെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം കേട്ടോ. കുക്കറിലത്തെ ഒന്ന് നോക്കാൻ പറയണം. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. സോയ സോസും ബാക്കി സോസുകൾ വാങ്ങിയിട്ട് വരാം. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഓവർ ബിരിയാണി അരി കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. കാരണം എനിക്ക് രാത്രി വേറൊരു ഷൂട്ട് കൂടി ഉണ്ട്, ഒരു വീഡിയോ എടുക്കാൻ പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരക വിശപ്പാവട്ടെ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. ഇപ്പോഴും പുറത്തുനിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ ചിക്കനും ഉണ്ട്, റൈസും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് 5:30ക്കാണ് പുറത്ത് പോകേണ്ടത്. 5:30 സമയത്താണ് പുറത്ത് പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ 3:30-4 മണി ആയിട്ടുള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. നേരെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാം ഗൈസ്. ഇതാണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടി ആക്സസബിൾ ആയിട്ടുള്ളത്. വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ്, ജനനന്മ സ്റ്റോർ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ട. ആദ്യം ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ കഴിക്കൽ കൂടുതൽ. ഇപ്പോൾ നമുക്ക് സോയാ സോസ് വന്ന കാര്യം നടക്കട്ടെ, അതെടുത്തിട്ട് നമുക്ക് പയ്യെ പോവാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഒക്കെ ഇരിക്കുന്നുണ്ടോ, എത്ര രൂപയാണോ സ്ട്രോബെറി നോക്കട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം സോയാ സോസുകൾ നോക്കി നോക്കാം. ചെറുതുണ്ടെന്ന് കൊണ്ട് കേട്ടോ. ഇത് എന്നിട്ട് പിസ്സ പേസ്റ്റ് ചെറുതുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ചെറുതുണ്ട്. ചെറിയ സോസ് വാങ്ങണ്ട, വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലേ നഷ്ടക്കച്ചവടമാവും. ആരും കഴിക്കൂല അധികം. ഇത് 3 എണ്ണം വാങ്ങാം ചെറുത്. ഭാഗ്യ ഇഷ്ടമാണ്. 30 രൂപ. എത്ര രൂപ ഇതിന്? എത്ര രൂപ? 30 രൂപ കൊണ്ടുള്ളൂ കേട്ടോ. ഏതിൻ്റെയാണ്? ഗ്രാൻഡ് മാസിൻ്റെ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. സോയാ സോസ് ഉണ്ട്, പിന്നെ ചില്ലി സോസ് ഉണ്ട്, റെഡ് ചില്ലി സോസ് ഉണ്ടാവും, ടൊമാറ്റോ കെച്ചപ്പാണുള്ളത്. ഇതോ എല്ലാം ടൊമാറ്റോ കെച്ചപ്പാട്ടോ. റെഡ് ചില്ലി ഹോട്ട് സോസ് മാഗിയുടെ അത് വേണ്ട. സ്പൈസി ടൊമാറ്റോ റെഡ് ചില്ലി സോസ്. റെഡ് ചില്ലി സോസ്. പക്ഷേ റെഡ് ചില്ലി സോസ് ഗ്രാൻഡ് മാസിൻ്റെ ചെറുത് വരുന്നില്ല. ഇതിനെത്ര? 60 രൂപയുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം കേട്ടോ. ഇത് കൊടുക്കാം, ഇത് 2 എണ്ണം കൊടുക്കാൻ വേണമെങ്കിൽ സെറ്റ് കഴിച്ച്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, വേറെ ഇല്ലല്ലോ ഇവിടെ റെഡ് ചില്ലി സോസ്. അതാണ് ഞാൻ ഷാൻജിയോ എന്നുള്ള യൂട്യൂബിൻ്റെ ഇതിൽ കണ്ടത്. അല്ലെങ്കിൽ ഇതുണ്ടോ ഗ്രീൻ ചില്ലി ഇത് എന്നിട്ട് അതെ റെഡ് ചില്ലി സോസ്. ഇത് 3 എണ്ണം കഴിച്ച്. പൊളിച്ച് ബഡ്ജറ്റ് ഷോപ്പിംഗ്. ഞാൻ 10-200 രൂപയാണെന്ന് വിചാരിച്ച സംഭവം സെറ്റ് കിട്ടി കഴിച്ച്. ഇനി വീട്ടിൽ പോയിട്ട് സാധനം സെറ്റ് ചെയ്യട്ടെ കേട്ടാ. അനിയൻ നോക്കിയിട്ടുണ്ടാവും, അറിയില്ല. ചേച്ചി ഇത് എത്രയാണ് നോക്കൂ? പറഞ്ഞ കെച്ചപ്പ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, ഡാർക്ക് സോയാ സോസ് അല്ലേ ഇത്? ഓക്കെ, ഇത് 3 എണ്ണം. 78 രൂപയായിട്ടുള്ളൂ കേട്ടോ. 78 രൂപ. മറ്റേ സ്പ്രിംഗ് ഓണിയൻ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. വേറെ എവിടെ ഏതെങ്കിലും ഇതിലേക്ക് പോകേണ്ടി വരും. സ്പ്രിംഗ് ഓണിയനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ബീൻസ് ഇടും. ബീൻസ്
ബീൻസ് 120 ഞങ്ങളുടെ വരണത് കേട്ടോ. ബീൻസ് വാങ്ങണ്ട, ബീൻസ് കാര്യമില്ല, ബീൻസ് അത് വേണ്ട, ബീൻസ് വേണ്ട. ഞാൻ ഇറങ്ങിയപ്പോഴാണ് നോക്കിയത്. അപ്പോൾ ഒരുണ്ട്. ആ ഓക്കെ, ഇതിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ലും കുപ്പി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ബീൻസ് വാങ്ങിയിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഏകദേശം സാധനം വാങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി പയ്യെ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സാധനം ബാക്കിയുള്ളത് നോക്കാം കേസ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ അമ്മേനോട് ചോദിച്ചപ്പോൾ കുറച്ചുകൂടി റൈസ് കൂടുതലെടുത്തോ ഞങ്ങൾക്ക് കൊണ്ട് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിയത് ഇതായാലും എനിക്ക് അനിയന് വേണ്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കൂടുതലുണ്ടാക്കിയാൽ കുറേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ശരിയാവാറില്ല കേട്ടോ ഒന്നും. അതാണ് ഞാൻ കുറച്ചുണ്ടാക്കണത്. സോ നോക്കട്ടെ. വീട്ടിലെത്തിയിട്ടുണ്ട്. സോയാ സോസ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ് കേട്ടോ. ഈ 3 സോസാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഷാൻജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് കേട്ടോ. ഇത് കൂടെ നോക്കിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആക്ച്വലി ഈ സാധനം ഇട്ടിട്ട് വേണം ഒന്ന് സോട്ട് ചെയ്യണ്ട. ആദ്യം ഉള്ളിയല്ല വെളുത്തുള്ളി ഇട്ടു. ഇനി ക്യാമറ അധികം മലീസ് കാട്ടണ്ട, വെറുതെ ക്യാമറ പിടിച്ചാൽ മതി. പിന്നെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ചിക്കൻ വെക്കണം കഴിച്ചു. ചിക്കനാണ് സീൻ. ഇത് ഫുള്ള് തീയിലിടാനാണ് പറഞ്ഞിരിക്കണേ. ഫുള്ള് ആ ഒരു സ്റ്റൈല് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് സോ ക്യാരറ്റും വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ്. ചെസ്റ്റ് പീസ് ഞാൻ കുറച്ച് ഉടച്ച് ഇട്ടിരിക്കാൻ കേട്ടോ. ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് സാധനം പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇത് ആരും എടുത്ത് ചെയ്യൊന്നും വേണ്ട. ഞാൻ പുറത്തുനിന്ന് കഴിക്കാനുള്ള മടിക്ക് മാത്രം ചെയ്യണതാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് സോയാ സോസ് ഒഴിക്കാം. കയ്യിൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 4 തുള്ളി സോയാ സോസ്, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് ഹോട്ട് ചില്ലി സോസ് ഇട്ടാ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ടോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിന് വേറെ എന്തൊക്കെയോ ഇടും, ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മുടെ അത് ഇടാനായിട്ട് ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മെയിൻ ഉദ്ദേശം മാക്സിമം പുറത്തുനിന്ന് കഴിക്കരുത്. പുറത്തുനിന്ന് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് സൊമാറ്റോ ഓർഡർ ചെയ്തിട്ട് അത് ഉണ്ടാവാൻ പാടില്ല. അതാണ് മെയിൻ ഉദ്ദേശം വരുന്നത്. സോ ഇതൊന്ന് റെഡി ആവട്ടെ കേട്ടോ ഗൈസ്. എനിക്ക് ഇത് ഐഫോൺ വാങ്ങിയ സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആപ്പിൾ TV 6 മാസത്തേക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊണാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ TV വാങ്ങിയത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോറി, ആപ്പിൾ TV അല്ല, ഐസൻ്റെ പുതിയ TV നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് TV പുതിയത് നമ്മൾ സാധനം വീഡിയോ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇതും കണ്ടിട്ട് നമ്മുടെ ഓക്കെ നമ്മുടെ ഫ്രൈഡ് റൈസ് തന്നെ കേട്ടോ. ബിരിയാണി റൈസിൽ സോസ് ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് കഴിച്ച്? അടിപൊളിയായിട്ട്. ടേസ്റ്റ് ഉണ്ടോ? ഏകദേശം ഒരു തീരുമാനമായില്ലേ? ഞാൻ എന്തുണ്ടാക്കിയാലും ഇഷ്ടമായില്ല എന്ന് പറയാറില്ല ചേട്ടാ. അതുകൊണ്ട് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടോ? ഇനി കിച്ചൺ പോയി ക്ലീൻ ചെയ്തോട്ടാ. ഇതിന്റെ ഇലയും നമ്മുടെ വെള്ള ഇലയില്ലേ, വെള്ളയുടെ ഇലാന്ന് തൊട്ട് പറയാം. എൻ്റെ പൊന്നെ, വെളുത്തുള്ളിയും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആട്ടാ. ഞാൻ ഉണ്ടാക്കി തന്നു. ബാക്കിയുള്ള അവൻ ക്ലീൻ ചെയ്യും കേട്ടോ കിച്ചണും കാര്യങ്ങൾ. അതേ അമ്മ വരുമ്പോൾ 2 ഇതിനെ കൊല്ലും ഉറപ്പാ. അപ്പോൾ ചെയ്തോളോ. സോ സാധനം കുറച്ച് ഇത് ഇങ്ങനെ സോസ് ഒഴിച്ച് ഇതെടുത്ത് വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ല. ചുറ്റിനും ഒഴിച്ചോ, ചുറ്റിനും ഒഴിക്കും. സാധനം വരുണ്ടോ മാമ? ഇല്ല മാമ, വലിയ ഇതില്ല. അപ്പോൾ ഈ സാധനം ഏകദേശം ചൂടാക്കി സാധനം കഴിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇന്ന് ഇനി വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്ന് കഴിച്ച്
നേരെ ഞാൻ പറഞ്ഞു ഷൂട്ട് ഉണ്ടെന്ന് അതിന് പോണട്ടാ. സൂപ്പർ സാധനം. ആ സോസ് കൂട്ടി കഴിക്കുമ്പോഴേ രസമുണ്ട്, അടിപൊളിയുണ്ട്, കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ ഗൈസ്. ഇതൊക്കെ മതി, ഞാൻ ഉണ്ടാക്കിയതല്ലേ. ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചാൽ മതി. കഴിക്കാൻ വേണ്ടിയാണല്ലേ? മതി ഗൈസ്, കേട്ടാൽ മതി.